ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും റോബിൻസ് കുക്കിംഗ് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ടൊരു പഴംപൊരി ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ആദ്യം ഇതിലേക്ക് ആവശ്യമായ 2 തവി മൈദ ഇട്ട് കൊടുക്കുന്നു. ഇതുപോലുള്ളൊരു തവി എടുത്താൽ മതിയാവും. ഇതിൽ 2 തവി മൈദ മതി. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഏലക്കാപ്പൊടി നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു 4 ഏലക്ക പഞ്ചസാര കൂട്ടിപ്പൊടിച്ചതാണ്. ഇതുപോലൊരു 3 സ്പൂൺ ഉണ്ടാവും. അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യം ഇതേപോലെ ഒരു തവി അരിപ്പൊടിയാണ്. അത് ഇട്ട് കൊടുക്കുന്നു. ഒരു തവി മതിയാവും. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അത് ഏകദേശം ഇത്ര ഉണ്ട്, അത് ഒരു പിഞ്ച് മതി, കൂടുതലൊന്നും ഇടണ്ട. അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉഴുന്ന് ദോശയുടെ മാവാണ്. ഉഴുന്ന മരിയൊക്കെ കൂട്ടി നമ്മൾ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാൻ വെക്കുന്ന ആ ഒരു ദോശമാവാണ്. അതാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഴംപൊരിയുടെ മെയിൻ അട്രാക്ഷനാണ്. അതൊരു മഞ്ഞ കളറാണ്. ഇച്ചിരി മഞ്ഞ കളർ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് വെള്ളത്തിൽ ഒരു തുള്ളി കലക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, അതിന് പകരമാണ് നമ്മൾ കളർ ചേർത്തേക്കുന്നത്. ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമുക്ക് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ബാറ്ററിന് ആവശ്യമായ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്കത് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ആദ്യം കുറച്ച് ഒഴിച്ചു, പിന്നീട് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് ഒഴിക്കുന്നതാണ്. ശേഷം ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കണ്ടീഷനിൽ വേണം ബാറ്റർ റെഡിയാക്കാൻ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് 1 സ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ പഴം അത്യാവശ്യം നല്ല പഴുത്ത പഴമായതുകൊണ്ട് 1 സ്പൂൺ പഞ്ചസാര മതിയാവും. ഇനി പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ബാറ്ററിനകത്തൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പഴം കട്ട് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. ഇനി പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ബാറ്ററിനകത്തൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പഴം കട്ട് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. ഒരു പഴം നമ്മൾ 3 പീസാക്കിയിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. ആദ്യം തൊലിയോടുകൂടി ഒന്ന് സ്ലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തെന്നിപ്പോയിട്ട് ചിലപ്പം കത്തി കൊണ്ട് കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും സേഫ്. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് തൊലി കളഞ്ഞ് ഇതിനകത്തേക്ക് ഇടുകയാണ്. ബാറ്ററിലേക്ക് ഓരോന്നും തൊലി കളഞ്ഞിട്ടുന്നു. പഴമെല്ലാം നന്നായി ബാറ്ററായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ. ഫ്രൈ ചെയ്യാൻ വെച്ച ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പഴവും ഇതുപോലെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം.
നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. പഴംപൊരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പഴംപൊരിയാണ്, നല്ല ക്രിസ്പി സോഫ്റ്റ് ക്രഞ്ചി ആയിട്ടുള്ളൊരു പഴംപൊരി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ദോശമാവ് ഒഴിച്ചുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ആ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ, തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ഒരു പഴംപൊരിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായി വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.